സുമോദി ഈ തീരുമാനം വരികയാണെങ്കിൽ കോന്നിയിൽ അടൂർ പ്രകാശിന് സീറ്റ് നൽകാതിരിക്കുന്നത് അടുത്ത പ്രശ്നമായി മാറുമോ? അടൂർ പ്രകാശ് വെറുതെ ഇരിക്കുമോ? അദ്ദേഹവുമായി സംസാരിച്ച് ഏറ്റവും ഒടുവിലെത്തിയ ധാരണ എന്താണ്? അതിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞ സ്ഥിതിക്ക് അടൂർ പ്രകാശ് ആയിരിക്കുമോ അടുത്ത തലവേദന? അടൂർ പ്രകാശ് ഒരു കാരണവശാലും തലവേദനയാവില്ല എന്നുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. കാര്യം അടൂർ പ്രകാശിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണുള്ളത്. മാത്രമല്ല അടൂർ പ്രകാശ് സ്വന്തം നിലയിൽ സീറ്റ് ചോദിക്കുക ആയിരുന്നില്ല കോന്നി മണ്ഡലം തന്നെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവിടെ ആരെ പാർട്ടി തീരുമാനിക്കുന്നു അയാളുടെ വിജയത്തിന് വേണ്ടി സമ്പൂർണ്ണമായി പ്രവർത്തിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. കോന്നിയിൽ പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. കേരളം മുഴുവൻ UDFന്റെ വിജയത്തിനായി ഇറങ്ങുമെന്ന് അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടതു ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോന്നിയിൽ റിസ്ക് ഇല്ല എന്ന് കണ്ണൂരിൽ മാത്രമായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ സുധാകരന് ഇളവ് കൊടുത്തുകൊണ്ട് ഈ വലിയ നാടകത്തിന് തിരശ്ശീല വീഴുന്ന ഒരു സന്ദർഭം കൂടിയായി ഇത് മാറും. യെസ്, അപ്പോ ഇത് ഈ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ മൊത്തത്തിൽ പ്രഖ്യാപിക്കാൻ സമയമൊന്നുമില്ലല്ലോ, വേണ്ടല്ലോ അല്ലേ ധനസുമോദേ? കണ്ണൂരിന്റെ കാര്യം മാത്രം തീരുമാനിച്ചു കഴിഞ്ഞതോടുകൂടി ഇത് കണ്ണൂരിന്റെ കാര്യം മാത്രമല്ല, മറ്റു ചില മണ്ഡലങ്ങൾ ഇതിനകം തന്നെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു. പട്ടാമ്പി തീരുമാനിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ മറ്റു ചില മണ്ഡലങ്ങൾ കൂടി, അതായത് 5 മണ്ഡലങ്ങൾ, ചടയമംഗലം ഉൾപ്പെടെയുള്ള 5 മണ്ഡലങ്ങൾ നാം നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അതിൽ ഉദുമയുണ്ട്, ഇതിനകം തൃശ്ശൂരിലെ ഒരു മണ്ഡലമുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം അന്തിമ തീരുമാനം എടുക്കേണ്ടത് മല്ലികാർജ്ജുന ഖാർഗെ തന്നെയാണ്. അതിൽ 2 പേരുടെ പേരുകളാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം ഈ പട്ടിക പുറത്തുവിടാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കണ്ണൂരിൻ്റെ വിഷയത്തിലാണെങ്കിൽ കണ്ണൂരിൻ്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയൊന്നുമില്ല. കാര്യം ഇപ്പോൾ എഴുതി ചേർത്തിരിക്കുന്ന ഈ TO മോഹൻ്റെ പേര് മാറ്റി ആ ഭാഗത്ത് K സുധാകരൻ എന്ന പേര് ചേർത്താൽ മാത്രം മതി. കാര്യം ഈ തരത്തിലേക്കുള്ളൊരു പ്രതിസന്ധി ഇത്രയും വലിയ തരത്തിലേക്ക് പോകും എന്നുള്ളൊരു കാര്യം കരുതിയിരുന്നില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതൃത്വം ഇപ്പോൾ പാർട്ടി സംവിധാനങ്ങൾ കൂടാതെ അദ്ദേഹം താഴെത്തട്ടിൽ അദ്ദേഹത്തിന് മറ്റു തരത്തിലുള്ള ഒരു ബന്ധങ്ങൾ കൂടി ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിൻ്റെ ഒരു പിന്തുണയുള്ള കോൺഗ്രസ് പാർട്ടിയിലെ ഏക നേതാവ് K സുധാകരൻ തന്നെയാണ്. അതുകൊണ്ട് സുധാകരൻ മത്സരിക്കട്ടെ എന്നൊരു നിലപാടിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരു ഇടനില നിൽക്കുകയും സുധാകരന് വേണ്ടി ആദ്യം സുധാകരനോട് സംസാരിക്കുകയും പിന്നീട് സുധാകരൻ്റെ ആശങ്കയും വിഷമവും എല്ലാം ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡിനെ അറിയിച്ചെങ്കിൽ പോലും പിന്നീട് തീരുമാനമെടുത്തത് ഒരു നേതാവിനും വേണ്ടി സംസാരിക്കേണ്ട, ഒരു നേതാവിനും ഇളവ് വരുത്തണ്ട എന്ന രീതിയിൽ തന്നെയായിരുന്നു. ആ ഒരു ഇളവ് വരുത്തണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് അടൂർ പ്രകാശ് മാറിക്കഴിഞ്ഞു. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ സുധാകരന് വേണ്ടി മാത്രമായി ഒരു ഇളവ് കൊടുക്കുന്നത്. കാര്യം കോന്നിയിലെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചു എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു കഴിയുകയാണ്. പക്ഷേ സുധാകരനല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെയും കണ്ണൂരിൽ സുധാകരൻ അംഗീകരിക്കില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് രാവിലെ KC വേണുഗോപാലിന് അയച്ചിരിക്കുന്ന ഒരു സന്ദേശത്തിൽ, അല്ലെ KC വേണുഗോപാലിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി പാർട്ടിയുമായി എനിക്കൊരു ബന്ധവുമില്ല, ഇനി എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രത്യാഘാതം ഉണ്ടാകുമെങ്കിൽ അതിന് ഉത്തരവാദി താനായിരിക്കില്ല എന്ന് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വെച്ചത്. ആ സമയത്തും KC വേണുഗോപാൽ പറയുന്നത്